ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടിൽ നിന്നാട്ടോ. അഥവാ ചില സമയത്ത് ഇപ്പോൾ നമ്മൾ ഫയർ അലാറം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലോ കറണ്ട് ബാറ്ററി ആവശ്യമാണ്. അഥവാ 9 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട്. ഇതിനു വേണ്ടി ഞാൻ കുറേ കറങ്ങി നടന്നിട്ടുള്ളതാണ്. ഇത് ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ പാർട്സ് കിട്ടുന്ന കടകളിലേ ഇത് കിട്ടുള്ളൂ. അതുമാതിരി സൗണ്ട് സിസ്റ്റത്തിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് കിട്ടുന്ന കടകളിൽ അങ്ങനെ കുറേ കറങ്ങിയതിന് ശേഷമാണ് ബാബ് ഈ ഒരു കടകൾ ഞാൻ അന്ന് കണ്ടെത്തിയത്. ഇപ്പോൾ ബാബ് ഇതെല്ലാം പൊളിച്ചു മാറ്റി, ആ സൂക്കെല്ലാം പൊളിച്ചു മാറ്റി. അപ്പോൾ ഈ കടകൾ എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതെന്നില്ല ഒന്ന് നോക്കാന്നില്ലാണ്. ഇത് ഞാൻ ഇതിനായിട്ട് മെനക്കെട്ട് വന്നൊന്നുമല്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇതുവഴി പോയപ്പോൾ ഇവിടെയാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ മറ്റുള്ള ഒരാളുകൾക്ക് ഇത് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് അവർ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഞാനൊക്കെ ആദ്യം എന്താണ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് അറിയാത്തൊരു സാധനം ആണ് എങ്കിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഗൂഗിളിൽ ഇത് സെർച്ച് ചെയ്ത് നോക്കും ഇത് എവിടെ കിട്ടുകയാണെന്നില്ല. അപ്പോൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജിദ്ദയിലെ മാർക്കറ്റിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും ഗൂഗിളിൽ ഇല്ല എന്നില്ല. അപ്പോൾ തോന്നിയ ഒരു ബുദ്ധിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എപ്പോഴെങ്കിലും പോകുന്ന സമയത്ത്, ഏതെങ്കിലും വഴിക്ക് പോകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ അത് ഒരു വീഡിയോ ആക്കിയിട്ട് ഷെയർ ചെയ്യാമെന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അഥവാ ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ പാർട്സ് തിരയുന്ന ഒരാൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ പോയാലോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ പാർട്സ് ജിദ്ദയിൽ എവിടെയാണ് കിട്ടുകയെന്നില്ല. അതുപോലെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ സ്പെയർ പാർട്സ് അധികം കടകൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഷാറ തൗബയിലാണ്. അഥവാ നമ്മൾ മലയാളികൾ ഏതൊരു മലയാളിയോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും കൂട്ട ബിൽഡിംഗ് എവിടെ, ഷറഫയിലെ കൂട്ട ബിൽഡിംഗ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ പാർട്സിൻ്റെ ഹോൾസെയിൽ എന്താ പറയുക മാർക്കറ്റുകൾ അല്ലെങ്കിൽ കടകളെല്ലാം ഉള്ളത് ഷാറ തോബയിലാണ്. അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ആ ഒരു കടയുടെ ചെറിയൊരു വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിൽ പുതിയ ഒരു പ്രൊഡക്റ്റ്